വെള്ളിയാഴ്ചയായിട്ടും രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ റെഡി ആവാണ് കേട്ടോ. പ്രവാസികളുടെ ഓണാഘോഷം പിന്നെ ക്രിസ്മസ് വരെ. ഈ ഓണാഘോഷം ഹെർസലാല എന്നൊരു ലേഡീസ് ഗ്രൂപ്പിന്റെ പോകുന്ന വഴിയിൽ എന്റെ ഫ്രണ്ട് ഐഷുവിനെ കൂട്ടി ഞാൻ നേരെ പോയി. ലേഡീസ് മാത്രമായിട്ട് ഒരു ഓണം. ക്യാമറമാനും സൗണ്ട് ഓപ്പറേറ്ററും സദ്യ വിളമ്പുന്നതും എല്ലാ ലേഡീസ് ചെന്തപാടെ കൂപ്പണും അവർ തന്ന ചോക്ലേറ്റും കഴിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ലേഡീസും വരുന്നോണ്ട് എല്ലാരെയും കണ്ട് പരിചയം. പിന്നെ നേരെ പ്രോഗ്രാം ആങ്കറിംഗിലേക്ക് കയറി. ഡാൻസും പാട്ടും ഗെയിംസും ഒക്കെ ആസ്വദിക്കുന്നതിനോടൊപ്പം സദ്യയും കിട്ടിയിട്ടു. നാട്ടിലേക്കാളും കൂടുതൽ ഓണാഘോഷിക്കുന്നത് പ്രവാസികൾ തന്നെയാണെന്ന് പറയാം. ഈവനിങ് ആയപ്പോഴേക്കും പ്രോഗ്രാം കഴിഞ്ഞിറങ്ങി. എനിക്ക് മനുഷ്യനും കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ അപ്പൊ തന്നെ അൺബോക്സ് ചെയ്ത് നേരെ വീട്ടിലേക്ക്. ഫ്രൈഡേ ആയതുകൊണ്ട് പിന്നെ പോയി ഫ്രഷ് ആയി വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് നേരെ പോയത് ചായ കുടിക്കാനാണ്. അവിടെ പിന്നെ ചായ കുടിക്കാൻ ഒരുപാട് മലയാളീസ് വരും കേട്ടോ. ഒക്കെ നമ്മൾ അറിയുന്നവരൊക്കെ തന്നെ. അങ്ങനെ അവിടെ കുറെ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു. പിന്നെ നേരെ ഞങ്ങൾ എത്തിൻ പാർക്കിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര പീസ്ഫുൾ ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഞങ്ങളുടെ ഫ്രണ്ട് ടോണിയും വന്നു. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇതുപോലെ ഫ്രൈസ് ഒക്കെ കഴിച്ച് പീസ്ഫുൾ ആയിട്ട് ഒരു പാർക്കിലൊക്കെ കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട് മാഹിന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്തു. പിന്നെ അവരെയും കൂടി നേരെ ഡിന്നർ കഴിക്കാം. ക്യാമലും ഫത്തീറയും മിഷ്കാക്കൊക്കെ ഗൂഗിൾ റിവ്യൂ ഇട്ട് ഒരു ജ്യൂസ് തരാന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഗൂഗിൾ റിവ്യൂ ഇട്ടു. ജ്യൂസ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ടി ആവുന്നതാണ് കേട്ടോ നമ്മൾ വിചാരിച്ചു. പക്ഷെ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവർ കൊണ്ടുവന്നത് ഗോവ വിത്ത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആയിരുന്നു. അതിന്റെ സന്തോഷം കാണാനും ഉണ്ട്. അവിടുന്ന് ജ്യൂസും കഴിഞ്ഞിറങ്ങിയപ്പോൾ രാത്രി 11 മണിയായി. അപ്പോഴാണ് മാഹിൻ പറയുന്നത് ജബലയ്യു പോയാൽ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കോടയും തണുപ്പും ഒരു രക്ഷയിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര ഹാപ്പി. 12 ആയപ്പോഴേക്കും നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ.